നിങ്ങളൊരു എക്സ്ട്രാ മെറിറ്റൽ അഫെയറിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ട് വരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഡെയിലി ഒന്നിലധികം ജനറൽ റീഡിംഗ് വീഡിയോസ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ മാത്രം ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ മതി. റീഡിംഗ് എന്ന് DM ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. 2 സ്പോട്സും അതുപോലെ തന്നെ 4 കപ്സും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സന്തോഷം ലഭിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള തോട്ട് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. കയ്യെത്തുന്ന ഒരുത്ത് പലതും ഉണ്ടായിട്ടും ഒരു മനസ്സൊരിടത്ത് ഉറയ്ക്കാത്തൊരു അവസ്ഥയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ചുറ്റിനും മറ്റു പല രീതിയിലുള്ള സന്തോഷങ്ങളും നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു പോസിറ്റീവ് എനർജി വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വല്ലാതെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ എന്നറിയാതെ നിങ്ങൾ ശരിക്കും ഒരു ശ്വാസം മുട്ടുന്നൊരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇൻ കേസ് വിട്ടുമാറി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വേദനിക്കുമോ എന്നാണ് നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ പുറത്ത് കടക്കാൻ വഴികൾ മുന്നിലുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ തന്നെ ചിന്തകളും ഭയവും ഒക്കെ നിങ്ങളെ കണ്ണുകെട്ടി നിർത്തിയിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന പല പ്രതിസന്ധികളും നിങ്ങളുടെ തന്നെ ചിന്തകളുടെ ഒരു സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. അതായത് മനസ്സിന് വ്യക്തത വരുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതിൽ സ്റ്റേ ചെയ്യണോ അതല്ല ഇപ്പോൾ മൂൺ ആവണം എന്നുണ്ടെങ്കിലും സത്യസന്ധമായ ഒരു തീരുമാനം നിങ്ങൾ തന്നെ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കാൻ യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ ഒരു ഡിസിഷൻ എന്താണെങ്കിലും രണ്ടാണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അതുതന്നെ ഓവർ ചെയ്ത് കൂട്ടാതെ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കാതെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സമാധാനം തരുന്നത് എന്താണോ ആ ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട്. സോ ആ ഒരു സന്ദേശമാണ് നിങ്ങൾക്കായിട്ടുള്ളത്. അപ്പം നിങ്ങളുമായിട്ട് ഈ ഒരു റീഡിംഗ് കണക്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം.